എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ ഇരുമ്പം പുളിയുടെ സീസണാണല്ലോ, അപ്പോൾ നമ്മളിന്ന് പുളി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇരുമ്പം പുളി കൊണ്ടുള്ളൊരു ശർക്കര പുളി എന്ന് പറയും. ചക്കര ഇട്ട് ഉണ്ടാക്കുന്ന ഒരു പുളിയാണിത്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഇരുമ്പം പുളിയുടെ പുതിയ പുതിയ വേറെ റെസിപ്പികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചക്കരപ്പുളി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇരുമ്പം പുളി എടുത്ത് നല്ല വൃത്തിയായിട്ട് തുടച്ച് ഒരു ജലാംശം ഒട്ടുമില്ലാതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ അടുപ്പത്ത് നമ്മളൊരു ഇരുമ്പൻ ചട്ടി വെച്ചിട്ടുണ്ട്, ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അതിലോട്ട് ശർക്കരപ്പാവ് ചേർത്ത് കൊടുത്തു. ശർക്കരപ്പാവ് ഒരു നൂൽ പരുവമല്ല, നമ്മൾ 250 ഗ്രാം ശർക്കരയാണെങ്കിൽ അത്ര തന്നെ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അപ്പം പിന്നെ അതിനകത്തോട്ട് ഏലയ്ക്ക ചേർത്ത് കൊടുക്കുക. ഒരു 4 ഏലയ്ക്ക ഞാൻ ചതച്ചിട്ട് ഒന്ന് ചേർത്തതാണ്. അതിനുശേഷം ചുക്കുപൊടി 1 ടീസ്പൂണോളം ചുക്കുപൊടി എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരും. ആ സമയത്ത് വേണം നമുക്കിനി ഇതിനകത്തോട്ട് പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇരുമ്പം പുളിയെല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുളി ഇനിയും ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് വെന്തിട്ട് നമ്മുടെ ഒരു ഉണക്കമുന്തിരിയുടെ ഒക്കെ പരുവില്ലേ, അതുപോലെ അങ്ങ് ചുരുങ്ങി കിട്ടും നമുക്ക്. ഈ ഇരുമ്പൻ പുളിക്കകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, അതറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് കുറുകി നമ്മുടെ ഉണക്കമുന്തിരിയുടെയൊക്കെ ഒരു പരുവത്തിൽ ഇത് ചുരുങ്ങി വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കും. ഇതൊക്കെ ഇതിൻ്റെ ഓരോ സ്റ്റേജുകളാണ്, കണ്ടല്ലോ. കുറേശ്ശെ ഇപ്പോൾ അതിൻ്റെ വെള്ളം കുറഞ്ഞു തുടങ്ങി. നമ്മൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡെസേർട്ട് കഴിക്കണം തോന്നുന്ന ഒരു സമയത്ത് ഇതേലെ ഒരു പുളി കഷ്ണം എടുത്ത് കഴിച്ചാൽ നമുക്ക് ആ ഒരു മധുരം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് കഴിക്കുന്ന ഒരു ഫീലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇരുമ്പൻ പുളിയൊക്കെ ഉള്ളവർ. ഇതൊക്കെ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ശർക്കരപ്പാനിയും കുറുകി വരും, നമ്മുടെ ഇരുമ്പൻ പുളിയും ചുരുങ്ങി വരും. ഇതൊരു പകുതി വേവായപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചുക്കുപൊടിയുടെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 വേവ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കുറുക്കി എടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അത് വൺസ് നമ്മളൊന്ന് ഉണ്ടാക്കി ഒരു പ്രാവശ്യം കഴിക്കുമ്പോഴേ അത് കറക്റ്റ് അറിയത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഇരുമ്പൻ പുളിയുടെ വെള്ളമൊക്കെ വലിഞ്ഞ് കംപ്ലീറ്റ് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കുക്കിംഗ് ചെയ്തെടുക്കേണ്ട പാകം, കണ്ടല്ലോ. ഇങ്ങനെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട്, അതായത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി എത്ര നാൾ വേണേലും ഇരിക്കും കേട്ടോ. ഇത് വളരെ നാൾ കേടുകൂടാതിരിക്കും. തണുത്തതിന് ശേഷം മാത്രം നമ്മളൊരു ഗ്ലാസ് ടിന്നിലോട്ട് മാറ്റുക. ഇത് നമ്മളിപ്പം ഈ ഉണ്ടാക്കി കഴിഞ്ഞ് ഉടനെ തന്നെ കഴിച്ചാൽ ഇതിന് ചെറിയൊരു പുളി കാണും. നമ്മൾ ഇതൊരു 1 വീക്ക്, ഒരാഴ്ച വെച്ച് ഇതുപോലെ തന്നെ ഒരാഴ്ച വെച്ചതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശർക്കരപ്പാനിയും കംപ്ലീറ്റായിട്ട് ഈ പുളിയിലൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഡെസേർട്ട് കഴിക്കണം തോന്നുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമെങ്കിൽ ഇതേലൊരു പീസ് കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.